എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോ 10 വർഷം ഭരിച്ച ഭരണമുന്നണിക്കെതിരെ ജനവികാരം ആഞ്ഞടിക്കണം. 100-ന് മുകളിൽ പറയണം. 10 വർഷം ഭരിച്ചത് എങ്ങാനും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. എങ്കിലും അത് UDF ആയിരുന്നു, വലതുപക്ഷമായിരുന്നെങ്കിൽ 130-ന് മുകളിൽ ഒരു പക്ഷേ എക്സിറ്റ് പോളുകൾ വന്നേനെ. 10 വർഷം ഭരിച്ചിട്ട് നിലപാട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന LDF മുന്നണി ജനഹിതം വീണ്ടും തേടുമ്പോ 69, 65, 60-ന് മുകളിലാണ് എക്സിറ്റ് പോളുകളിൽ മുഴുവൻ നിൽക്കുന്നത്. ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 30-ന് മുകളിൽ മാർക്ക് വാങ്ങി ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതെന്തൊരു അത്ഭുത പ്രതിഭാസം എന്ന് കരുതി ദേശീയ മാധ്യമങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയിലേക്കാണ്. 100% ഉറപ്പിച്ച് പറയാം, മെയ് 4-ന് ഫലം വരുമ്പോ ഇവിടുത്തെ എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ കണ്ണുവെക്കുന്നത്, യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ഭരണമാറ്റമല്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രവുമല്ല, ഈ നാട്ടിൽ നിലപാട് പറഞ്ഞ പിണറായി വിജയനും LDF മുന്നണിക്കും ഒരു മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ ഇവിടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരണം, നുണകൾ എല്ലാം അഴിച്ചുവിട്ടിട്ടുണ്ട് വലതുപക്ഷം. പ്രത്യേകിച്ച് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്നത് കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ, പാസ്റ്റിനെ ആളുകൾ മറക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് കേരളത്തിലും അതേ പാത പിന്തുടർന്നുകൊണ്ടാണ് VD സതീശനും കൂട്ടരും പാസ്റ്റിനെ മറക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ, ഈ ചെറുപ്പക്കാർ ഒക്കെ വിശ്വസിച്ചു പോകാം ഒരുപക്ഷെ വലതുപക്ഷം UDF അധികാരത്തിലെത്താൻ പോവുകയാണെന്ന്. അതുകൊണ്ടാണല്ലോ അവർ കാണിച്ചു കൂട്ടുന്ന മന്ത്രിപദത്തിലേക്കുള്ള അവകാശവാദങ്ങൾ, മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അവകാശവാദങ്ങൾ ആകെ UDF-ൽ ലീഗ് മാത്രമാണ് ഇപ്പോഴും അച്ചടക്കത്തോടെ, സംയമനത്തോടെ ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം വേറെ ഏതോ യൂണിവേഴ്സിൽ എത്തിപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു കാര്യം ഉറപ്പാണ്, ബ്രിം ലെവലല്ല, നെക്ക് ടു നെക്ക് അല്ല, ടൈറ്റ് പോരാട്ടമല്ല, ഒരൽപ്പം മുന്നിൽ തന്നെ LDF എന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ ദേശീയ മാധ്യമങ്ങളും. അതിന്റെ തെളിവുകളാണ് പുറത്തു വന്ന മുഴുവൻ സർവേകളും. കേരളം, ഇന്ത്യ എന്ന രാജ്യം ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് 10 വർഷത്തിന് ശേഷവും ഒരുപോലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എക്സിറ്റ് പോളുകൾ, സർവേ ഫലങ്ങൾ? ഇത് മതി. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നടക്കുന്ന ചർച്ച പോലെ 65 ഉണ്ടല്ലോ, 69 ഉണ്ടല്ലോ, ഭരണത്തിന് മിച്ചം നിൽക്കുന്ന സീറ്റുകൾ നേടിയെടുക്കാൻ ഞങ്ങൾ സഖാക്കൾ, ഈ നാട്ടിലെ നിഷ്പക്ഷ വോട്ടർമാർ പണിയെടുത്തിട്ടുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു വെക്കുന്നതും അതുകൊണ്ട് തന്നെ.